ഹായ് ഗായ്സ്, അപ്പോൾ പുതിയ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് വത്തിക്കാനിലേക്കാണ്. വത്തിക്കാനിൽ ഞാൻ ഇഷ്ടമാതിരി പോയിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ഒരു 22ാമത്തെ വയസ്സിൽ വന്നതാണ്. ഇപ്പം 30 വയസ്സാകാൻ പോകുന്നു. ഈ 8 വർഷ കാലയളവിൽ എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല മാർപ്പാപ്പനെ കാണണമെന്ന്. എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാവരും മാർപ്പാപ്പനെ കാണാനായിട്ട് ഇനിഷ്യേറ്റ് എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ ഭയങ്കര പ്രത്യേകത എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊരു അരപ്പിൽ ലൂസായതുകൊണ്ടാവാം എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാത്തത്. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ദേ നമ്മളിന്ന് പോകുന്നത് വത്തിക്കാനിലേക്കാണ്. കാര്യം, ഞാൻ വത്തിക്കാനിൽ ഇട ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. സൺഡേ ഞാൻ പോയിട്ടില്ല. പിന്നെ അതുപോലെ മാർപ്പാപ്പനെ കാണാൻ വേണ്ടിയിട്ടായിട്ടും ഞാൻ പോയിട്ടില്ല. അല്ലാണ്ട് ഞാൻ വത്തിക്കാനിൽ ഇഷ്ടമാതിരി പ്രാവശ്യം പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വത്തിക്കാനിൽ പോകുന്നത് അലയുടെ പാരൻസ് പറഞ്ഞിട്ടാണ് ഇന്ന് വത്തിക്കാനിൽ പോകുന്നത്. മെട്രോയുടെ അകത്ത് ഇതേ അവിടെ ഡിസ്കോ പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ആന്ധ്രയ്ക്ക് വശത്തുകൊണ്ട് നമ്മൾ ആന്ധ്രയ്ക്ക് പാൽ കൊടുക്കുന്ന തിരക്കില്ല കേട്ടോ. ആ പാട്ടുകളൊന്നും നമുക്കങ്ങനെ എൻജോയ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ആന്ധ്രയെ കരച്ചിലങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ പാൽ കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചു. പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് ആന്ധ്ര ഒറ്റൊരു ഉറക്കായിരുന്നു. പിന്നെ ആൾ എഴുന്നേറ്റിട്ടില്ല. നിങ്ങൾ വത്തിക്കാൻ ഈ സൺഡേസൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കാറൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിക്കേണ്ട. അതൊരു കാരണവശാലും നടക്കില്ല. നല്ല ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഇവർ റോഡ് തിരിച്ചു വിടാണ്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് അലയുടെ മമ്മി പറയുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവർ മുമ്പ് ഉണ്ടായിരുന്ന മാർപ്പാപ്പയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വഴി അങ്ങനെ തിരിച്ച് വിടില്ലായിരുന്നു എന്നൊക്കെയാണ് അലയുടെ മമ്മി പറഞ്ഞത്. നമുക്കിത് വലിയ പിടിയൊന്നുമില്ല. കാരണം ഞാനിതുവരെയായിട്ടും പോയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക ചെയ്തത്. ഞാൻ നടുവേദന, മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ കേട്ട് പരിചയം മാത്രം ഉണ്ടായിരുന്ന വേർഡായിരുന്നു എനിക്കിതൊക്കെ. ഡെലിവറി കഴിഞ്ഞ ശേഷം നടുവേദന എന്താണെന്നും മുട്ടുവേദന എന്താണെന്നും കാലുവേദന എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഈ ഒരു വത്തിക്കാനി പോക്ക് നല്ല നടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് കൂടി ഈ കാലുവേദനയൊക്കെ. ഞാൻ പറഞ്ഞ നല്ല ചെക്കിങ് ഇത് ഇവിടെ ആട്ടോ കാണുന്നത്. നിങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളം കുപ്പികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കൊടുക്കണം. ആഹാ, എന്താ ഭംഗി ഈ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വെള്ളം കുപ്പികളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വെള്ളം കുപ്പിയുടെ ഭംഗിയൊക്കെ നോക്കി നോക്കി നടന്നതേ വത്തിക്കാൻ വീണ്ടും എത്തി. ഈ ഒരു വർഷം ജൂബിലി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പരിപാടികൾ ഉണ്ടാവും കേട്ടോ. ഈ മാസം 31-ാം തീയതി ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു കുർബാനയുണ്ട് വത്തിക്കാനിൽ. ഈ കുർബാന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറ്റാലിയൻ കുർബാന ആയിരിക്കും. ഇറ്റാലിയൻ കുർബാന അല്ല, ലാറ്റിൻ ആണ്. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇറ്റാലിയൻ തന്നെ മനസ്സിലാക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ലാറ്റിൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഈ കാണുന്ന അച്ഛന്മാരെ കണ്ട ഞാനിങ്ങനെ ആലോചിച്ച് ഇവരെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേന്ന്. ഈ അച്ഛന്മാരാണ് ഈ പുറത്തുള്ള ആളുകൾക്കൊക്കെ ഓസ്തി നൽകുന്നത്. 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്കറിയില്ല ആളുകളുടെ കണക്കുകളൊന്നും. ഇവർക്ക് എല്ലാവർക്കും ഓസ്തി കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും മാർപ്പാപ്പയ്ക്ക് വന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കാണുന്ന അച്ഛന്മാരാണ്, നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ അച്ഛന്മാരാണ് ഈ ഓസ്തി നമുക്കൊക്കെ കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ. അങ്ങനെ വത്തിക്കാനൊക്കെ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആളുകൾ എന്നോട് ചോദിച്ചു മാർപ്പാപ്പനെ കണ്ടോന്ന്. എനിക്ക് തന്നെ അറിയില്ല കണ്ടോന്ന് പറയണോ അതോ കണ്ടില്ല എന്ന് പറയണോന്ന്. ഇത്രയും സൂം ചെയ്തിട്ട് പോലും ഇവിടെ എവിടെയാണ് മാർപ്പാപ്പ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ മാർപ്പാപ്പേനെ കണ്ടിട്ട് എന്താ പറയുക, അനുഗ്രഹമൊക്കെ വാങ്ങുന്നത്, ഫോട്ടോ ഒക്കെ ഇടുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൽ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കോടാനുകോടി ആളുകളുടെ ഇടയിൽ പോയി ഇവർ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ കുർബാനയുടെ ഭാഗമായി ഓസ്തിയായിട്ട് അച്ഛന്മാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പല രാജ്യത്തുള്ള പല അച്ഛന്മാർ, നമ്മുടെ മലയാളികളെ പോലെ ഇരിക്കുന്ന അച്ഛന്മാരെയും ഞാൻ കണ്ടായിരുന്നു. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. നമ്മൾ വത്തിക്കാൻ എത്തിയത് 11 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. രാവിലെ 9 മണിക്ക് ഈ കാണുന്ന വഴി കൂടെ മാർപ്പാപ്പ പാസ് ചെയ്തു എന്നാണ് പറഞ്ഞത് അവർ. എനിക്കിതെല്ലാം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു, എന്താ ഇതൊക്കെ എന്നുള്ള രീതിയിൽ. ഇവിടെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മർ ആയിട്ടില്ല. പക്ഷേ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നത്തെ കുർബാനയ്ക്ക് ഇറ്റാലിയൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ തുടങ്ങിയ ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഓരോ അച്ഛന്മാർ എവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു.
ലൈൻ കംപ്ലീറ്റ് പോയി കഴിഞ്ഞ ശേഷമാണ് ഓരോ സ്ഥലത്ത് ദേ അച്ഛന്മാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാ. ഓരോ ഗ്യാപ്പിട്ട് ദേ നിൽക്കുന്നത് ഇതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. കുർബാന സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ദേ അവിടെ പോയി ഇതുപോലെ അങ്ങ് സ്വീകരിക്കാം കേട്ടോ. ഇഷ്ടമാത്രം ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ കുർബാന കൊടുത്തു കഴിഞ്ഞ ശേഷം ദേ അച്ഛന്മാർ തിരിച്ചു വരുന്നത് ഇങ്ങനെയാട്ടോ. ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ ലൈനൊക്കെ ആയിട്ടായിരിക്കും വരണേന്ന്. ഇല്ല, അവർ തീർന്നതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞതനുസരിച്ച് ഓരോരുത്തരായിട്ട് വരാറുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വത്തിക്കാനിലെ പള്ളിമണികൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പം ഇത്രയൊക്കെ ഞാൻ വത്തിക്കാനെ പറ്റി പറയുന്നുള്ളൂ. ഇനി അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സമയം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു 1:30-2 മണിക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 1:30-1:45 ആയപ്പോഴേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്തത് ഒരു കൊറിയൻ ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിട്ടോ. കൊറിയനും ചൈനീസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതൊക്കെയാണെന്തായിരുന്നു റെസ്റ്റോറൻറ്റ്. ഇങ്ങനൊരു ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്കിതെല്ലാം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓൾമോസ്റ്റ് എന്താ പറയുക, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റൊക്കെ പോലെ തന്നെയായിരുന്നു. അത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല, എന്നാൽ അത്ര ചീപ്പോ അല്ലാത്ത രീതിയിലായിരുന്നു ഇവിടുത്തെ റേറ്റ്. നിങ്ങൾക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. എനിക്ക് ഇവരുടെ കോലും കുഴിയും കൊണ്ടൊന്നും കഴിക്കാൻ അറിയില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാമല്ലോ. അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് കഴിച്ചത്. 3 ടൈപ്പിലുള്ള സൂപ്പാണ് ഉള്ളത്. അതിലേതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. ഒരു സൂപ്പ് നോൺ വെജും, പിന്നെ ഒന്ന് ടൊമാറ്റോ സൂപ്പ്, പിന്നെ ഒന്ന് സ്പൈസി ആയിട്ടുള്ള സൂപ്പ്. ഈ സ്പൈസി സൂപ്പിലിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പ്രോണാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ സൂപ്പ്. നിങ്ങൾക്ക് ഇതെനിക്ക് അറിയത്തില്ല കറക്റ്റ് സൂപ്പാണോ എന്ന് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ തന്നെ സൂപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത് സൂപ്പ് പോലെ ഞാൻ കുടിച്ചായിരുന്നു. ഇതിൽ എന്താ പറയുക, തക്കാളിയുടെ ഫ്ലേവറിലുള്ള സൂപ്പ് ഞാൻ കുടിച്ചായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ഇതൊക്കെയായിരുന്നു. കാടമുട്ട ഉണ്ടായിരുന്നു, അതുപോലെ ബീഫ്, പിന്നെ പലതരത്തിലുള്ള കൂണുകൾ, പിന്നെ ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ്, പിന്നെ പൊട്ടറ്റോ, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. സോയാ സോസും ടൊമാറ്റോ സോസും എന്തായാലും അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളെടുത്തത് പീനട്ട് സോസ്, ഗാർലിക് സോസ്, മഷ്റൂം സോസ്, അങ്ങനെ പലതരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സൂപ്പിലിട്ട് കുക്ക് ചെയ്യില്ലേ, ആ കുക്ക് ചെയ്ത സംഭവം ഇതിൽ ഏതെങ്കിലും സോസുകളായിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം. കുറഞ്ഞത് ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ സൂപ്പിൽ ഇട്ട് തിളപ്പിക്കണം. എന്നാലാണ് നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ കുക്കായി വരുള്ളൂ. അവർ നമുക്ക് സ്പെഷ്യലായിട്ട് 2 ടൈപ്പ് സോസ് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് വല്ലാത്തൊരു രുചിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ പ്ലേറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ ഞാൻ മല്ലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ സ്പൈസി സോസിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പലതരത്തിലുള്ള മഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു മഷ്റൂം ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് അതൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ മരത്തിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മഷ്റൂം ആയിരുന്നത്. ഇനി അതാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതൊന്നും പോയി പറിച്ച് കഴിക്കരുതേ. അങ്ങനെ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ കഴിച്ച് തീർന്നു കേട്ടോ. വാങ്ങിയ എല്ലാ സംഭവങ്ങളും വാരി തിന്നു. അങ്ങനെ അവസാനം നമ്മുടെ ടേബിൾ ഈ രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലിക്വർ കിട്ടും, ചൈനീസ് ലിക്വർ. നമ്മുടെ നാട്ടിലെ പോലെ ഇറ്റാലിയൻസ് വാരി കുടിക്കില്ല. അതുകൊണ്ട് അവരിതിങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് കുടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെറിയ മധുരത്തോടു കൂടി ഈ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ജലാത്തോ കഴിക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത പോക്ക്. അത്യാവശ്യം നല്ല ടയേർഡായി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പോൾ അലയുടെ അമ്മ അവിടെ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അലയുടെ അമ്മയ്ക്ക് ജലാത്തോ കഴിക്കാനാണ് ഇഷ്ടം. ഉള്ളത് പറയാലോ, എനിക്കും അലയ്ക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു ജലാത്തോ കഴിക്കാനായിട്ട്. പിന്നെ ആൾക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നതും നമ്മളിവിടെ വെച്ച് ജലാത്തോ വാങ്ങിയതും. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്.